ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊക്കെ ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? യാത്ര ചെയ്യുന്നവരുടെ മധ്യസ്ഥനായി സഭ വണങ്ങുന്ന വിശുദ്ധനാണ് വിശുദ്ധ ക്രിസ്റ്റഫർ. ലോകത്തിലെ ശക്തനായ രാജാവിനെ സേവിക്കണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു സന്യാസിയിൽ നിന്ന് ക്രിസ്തുവാണ് ലോകത്തിലെ ശക്തനായ രാജാവെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിനെ സേവിക്കാനായി സന്യാസി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത മാർഗം ഇതായിരുന്നു. ആ നാട്ടിൽ ശക്തമായ ഒഴുക്കുള്ള ഒരു പുഴയുണ്ടായിരുന്നു. ഈ പുഴ കടക്കാനായി അവിടുത്തെ നാട്ടുകാർ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പുഴ കടക്കാൻ ഇവരെ സഹായിക്കുകയാണെങ്കിൽ അതാണ് നീ ക്രിസ്തുവിനായി ചെയ്യുന്ന സേവനമെന്നായിരുന്നു സന്യാസി ക്രിസ്റ്റഫറിന് പറഞ്ഞു കൊടുത്തത്. ഒത്തിരി സന്തോഷത്തോടെ ക്രിസ്റ്റഫർ ഈ സേവനം ഏറ്റെടുത്തു. ഒരു ദിവസം ഈ പുഴ കടക്കാനായി ഒരു കുഞ്ഞ് മറുകരയിലെത്തി. കുഞ്ഞിനെയും തോളിലെടുത്ത് ക്രിസ്റ്റഫർ പുഴ കടക്കാനായി തുടങ്ങി. പുഴ കടക്കും തോറും പുഴയുടെ വീതി കൂടുന്നതായിട്ടും തോളിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ഭാരം കൂടുന്നതായിട്ടും ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എങ്ങനെയും കഷ്ടപ്പെട്ട് ഇദ്ദേഹം പുഴ കടന്ന് മറുകരയിലെത്തിയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഈ ലോകം മുഴുവൻ എൻ്റെ തോളിലെടുത്ത ഭാരമായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. ഉടനെ കുഞ്ഞിങ്ങനെ മറുപടി പറഞ്ഞു: ലോകം മുഴുവനല്ല, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചവനെയാണ് നീ തോളിൽ വഹിച്ചിരുന്നത്. ഇങ്ങനെയാണ് ക്രിസ്റ്റഫറിന് വെളിപ്പെട്ടതെന്നാണ് ഇതിഹാസം പറയുന്നത്. തുടർന്ന് മതമർദ്ദന കാലത്ത് ഒരുപാട് പേടി അനുഭവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ശക്തി പകർന്നുകൊണ്ട് ഇദ്ദേഹം ജീവിച്ചു. ഒരിക്കൽ ഇദ്ദേഹത്തെ വശീകരിക്കാനായി ഒരു രാജാവ് അയച്ച 2 സ്ത്രീകളെ പോലും ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ വധിക്കാനായിട്ട് രാജാവ് ഉത്തരവിട്ടു. അവസാനം ക്രിസ്തുവിന് വേണ്ടിയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവുകയാണ് ക്രിസ്റ്റഫറിൻ്റെ ജീവിതത്തിലുണ്ടായത്. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും യാത്ര ചെയ്യുന്നവരുടെ മധ്യസ്ഥനായി നൽകുകയും ചെയ്തു. കൂടാതെ വാഹനം ഓടിക്കുന്നവരുടെ മധ്യസ്ഥനായും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായും ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം നമ്മൾ തേടുന്നുണ്ട്. അതുപോലെ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയും നല്ല മരണത്തിന് വേണ്ടിയും ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ യാത്രകൾ നമ്മുടെ കൂടെ നമ്മുടെ മധ്യസ്ഥനായി വിശുദ്ധ ക്രിസ്റ്റഫറിനെയും കൂട്ടാം.